നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ മജ്ബൂസ് ആണ്. വളരെ എളുപ്പമാണ് ചിക്കൻ മജ്ബൂസ് ഉണ്ടാക്കാനായിട്ട്. ഏതാണ്ട് കപ്സ് പോലെയൊക്കെ തന്നെയാണ്. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ സെല്ല റൈസാണ് എടുക്കുന്നത്, അതായത് മന്തി റൈസ്. നമുക്കൊട്ടും സമയമില്ലാത്തപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ വിഭവമാണിത്. അപ്പോൾ നമുക്കൊട്ടും മട്ടിക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ മജ്ബൂസ് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായി ഏതാണ്ട് മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെല്ല റൈസ് ആണ്. ഇത് ഏതാണ്ട് 1 കിലോയുടെ അടുത്തെടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ നിറച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ വലിയ ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് 1 മണിക്കൂർ വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ വെള്ളവും അളന്നെടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രം സെല്ല റൈസിന് നമ്മൾ 1.25 പാത്രം വെള്ളമാണ് സാധാരണ എടുക്കാറ്. അപ്പോൾ വെള്ളത്തിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും മറ്റും നമുക്കിത് വേവിക്കാൻ നേരത്ത് നോക്കാം കേട്ടോ. ഇതിവിടെ 1 മണിക്കൂർ നമുക്ക് കുതിരാൻ വയ്ക്കാം. ഇനി നമുക്ക് മജ്ബൂസിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ഏലക്ക, ഒരു 5-6 ഉണ്ടായിരുന്നു. ഇനി 1/2 ടേബിൾ സ്പൂൺ പട്ട, 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ കറയാമ്പൂ, 1 ടീസ്പൂൺ കുരുമുളക്, ഇനി ഒരു ഡ്രൈ ലെമണിൻ്റെ ചെറിയൊരു പീസ്, ഒരു 1/3 എടുത്തിട്ടുള്ളൂ. ഇനി 2 ബേ ലീഫ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഉണക്കമുളകാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 8 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതിൽ 4 കാശ്മീരി ചില്ലിയും 4 എരിവുള്ള ചില്ലിയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞെട്ട് കളഞ്ഞിട്ട് നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായിട്ട് വേണ്ടത് മഞ്ഞൾ പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. 1 കിലോ റൈസ് ഉണ്ടാക്കാനായിട്ട് ഇത്രയും മസാലപ്പൊടി ആവശ്യമില്ല കേട്ടോ. ഇത് 2-3 മജ്ബൂസ് ഉണ്ടാക്കാനുള്ള മസാലപ്പൊടി ഉണ്ട്. ഇതിൽ നിന്ന് അല്പം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. കപ്സ് ഉണ്ടാക്കാനും മന്തി ഉണ്ടാക്കാനൊക്കെ ഈ സെയിം മസാലപ്പൊടി തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നിന്നും 1/2 ടീസ്പൂൺ മാത്രം മസാലപ്പൊടി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതിനു മുമ്പ് ചിക്കൻ, ചെമ്മീൻ, ബീഫ് മന്തിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് കേട്ടോ ചെമ്മീൻ മന്തിയൊക്കെ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു പോട്ടിലേക്ക് 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം പട്ട ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 4 ഏലക്കയും കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് കട്ട് ചെയ്ത 2 മീഡിയം സൈസ് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതി. സവാള ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാല പൊടിച്ച ജാറിൽ തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുത്തത്. അതുകൊണ്ടാണ് ഈ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി തന്നെയായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ആ തക്കാളിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച മസാലയിൽ നിന്നും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡ്രൈ ലെമൺ ഒന്ന് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഹോൾ ഇട്ടിട്ട് 1-2 ഹോൾ ഇട്ടിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്താൽ മാത്രം മതി, ഒരുപാട് നേരിട്ടൊന്ന് വഴറ്റൊന്നും വേണ്ട. അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മസാലയിൽ ഒട്ടും തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല. ചിക്കനിൽ ചേർത്ത കുറച്ച് ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തെടുത്തത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം.
വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഒരു കഷ്ണം ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ ഉണ്ടാക്കിയ ചിക്കൻ ക്യൂബാണ് കേട്ടോ. ഇത് നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വീട്ടിലുണ്ടാക്കിയ ചിക്കൻ ക്യൂബ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. റെഡിമെയ്ഡ് ക്യൂബ്സ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഈ ചിക്കൻ കിടന്ന് വേകുന്ന ആ വെള്ളത്തിലാണ് നമ്മൾ റൈസും വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ടേസ്റ്റൊക്കെ ഈ റൈസിൽ ശരിക്കും പിടിക്കും. അതുകൊണ്ട് ചിക്കൻ ക്യൂബ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇല്ലാത്തവർ ചേർക്കേണ്ടതില്ല. ഇനി നമുക്ക് ഈ ചിക്കൻ അടച്ചു മൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 12-13 മിനിറ്റാണ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കിടന്നത് വേകാൻ വേണ്ടി വന്നത്. ഒരു ചിക്കൻ അനുസരിച്ച് വേകുന്ന ടൈമിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത്, വെന്തോന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കുമേ. ഇപ്പോൾ അരി കുതിരാൻ വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അരിയുടെ വെള്ളമൊക്കെ നമ്മൾ ഊറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വയ്ക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഇറച്ചി ഏതാണ്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ 1.5 പാത്രം വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചത്. ഈ ഇറച്ചി വെന്ത വെള്ളവും കൂടി നമ്മൾ ചേർത്തിട്ടാണ് റൈസ് വേവിക്കുന്നത്. അപ്പം നമുക്ക് 1.5 പാത്രം വെള്ളം മാത്രം തിളപ്പിക്കാൻ വെച്ചാൽ മതി. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉടഞ്ഞൊട്ടും പോകരുത് കേട്ടോ. ഉടയുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് കോരിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് വെന്താൽ മതി. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചിക്കനെല്ലാം ഇതിൽ നിന്നെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതാ ചിക്കനെല്ലാം പെരക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും ഗ്രേവി ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൃത്യം വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രേവി നമുക്ക് അരി അളന്ന പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ആ പാത്രം ഫില്ലാകുന്നത് വരെ വെള്ളം ഒഴിക്കാം. നമ്മൾ ആ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് ഈ പോട്ടിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ബാക്കി 1/4 ഭാഗം വെള്ളം ആ പാത്രത്തിൽ തന്നെ 1/4 ഭാഗം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും ഈ പോട്ടിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിത് അളക്കുന്നില്ല കേട്ടോ. നമ്മൾ അരി അളന്ന പാത്രത്തിൽ ഈ ഗ്രേവി ഏതാണ്ട് പകുതി കൂടുതലുണ്ടാകും. അപ്പോൾ അതനുസരിച്ച് കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റിയാൽ മതി. അപ്പോൾ കറക്റ്റ് 1.25 പാത്രം വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കൂടിയാലും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ ഫ്ലെയിം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇനി നമ്മളിട്ട വെള്ളം കൂടിപ്പോയി നമുക്ക് തോന്നുവാണെങ്കിൽ അരിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വെള്ളം വറ്റിച്ചാൽ മതി. എന്നിട്ട് വെള്ളം വറ്റിച്ചിട്ട് നമ്മൾ അതിൻ്റെ വേവ് നോക്കിയിട്ട് ഒരു 6 മുതൽ 8-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുപ്പ് മുന്തി നിന്നാലേ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പം കുറച്ചുപ്പ് കൂടി നിന്നാലേ റൈസിന് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാകുള്ളൂ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ റൈസ് കുതിർത്ത് കഴുകി വാരി വെച്ച റൈസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുവിധം നന്നായിട്ട് വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. ഇനി നമ്മളെടുത്ത ഈ വെള്ളം കുറവാണെങ്കിൽ, അതായത് 1 പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം മാത്രമാണ് നമ്മളെടുത്തതെങ്കിൽ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അരിയിട്ടതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളക്കുമല്ലോ, തിളച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കരുത്, അപ്പം വേവ് കുറവായിരിക്കും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ നേരത്തെ കോരി മാറ്റിയ ചിക്കൻ ഒരു ഫ്രൈ പാനിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 പുറവും 2 മിനിറ്റ് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് ഈ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് നിർബന്ധമില്ല കേട്ടോ, ഇങ്ങനെ ഫ്രൈ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വേറെ മസാലപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തില്ല. നമ്മൾ അത്യാവശ്യം മസാലയൊക്കെ പിടിച്ചിട്ടാണ് ഈ ചിക്കൻ വെന്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും ഞാൻ ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ ഇതാ റൈസിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ വേവ് നോക്കിയിട്ട് അതനുസരിച്ച് വേണം ഇനി കുക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഇത് ഇനി ലോ ഫ്ലെയിമിൽ അടച്ച് മൂടി ഒരു 6 മിനിറ്റും കൂടെ വെച്ചതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ റൈസിൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ 6 മുതൽ 8-10 മിനിറ്റ് വരെ നമുക്കിത് വേവിച്ചെടുക്കാം.
നമ്മളുടെ സ്റ്റൗ വളരെ ലോ ഫ്ലെയിമിലേക്ക് ആക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഈ പോട്ട് അതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ട് വേവിച്ചാൽ മതിയാവും. അപ്പോൾ ചിക്കൻ്റെ ഇരുപുറവും നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇപ്പം 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ പക്കയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വിട്ട് തന്നെയാണ് കിട്ടുന്നത്. നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിമേൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഓയിലുണ്ടെങ്കിൽ അതും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഓയിലിൽ മാത്രമാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. ആ ബാലൻസ് ഉള്ള ഓയിലും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാത്തതാണ് ഇഷ്ടമെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ. താങ്ക്